ഡിസംബർ 24, 1999. ലോകം ക്രിസ്തുമസിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നു. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും ഇന്ത്യൻ എയർലൈൻസ് വിമാനം IC-814 ഡൽഹിയിലേക്ക് പുറപ്പെടാനായി റൺവേ ലക്ഷ്യമാക്കി ടാക്സിവേയിലൂടെ മെല്ലെ നീങ്ങി. വൈകുന്നേരം 4 മണിക്ക് റൺവേയിൽ നിന്നും പറന്നുയരുമ്പോൾ വിമാനത്തിന് അസ്വാഭാവികതകളൊന്നുമില്ലായിരുന്നു. 1.5 മണിക്കൂറിൻ്റെ ഷോർട്ട് ടൈം ഫ്ലൈറ്റ് ആയതിനാൽ തന്നെ ക്യാബിൻ ക്രൂ ഡ്രിങ്ക്സ് സർവീസ് ആരംഭിച്ചിരുന്നു. പൈലറ്റുമാർക്ക് ചായ നൽകി കോക്പിറ്റിൽ നിന്നും പുറത്തിറങ്ങിയ ചീഫ് സ്റ്റുവാർഡ് അനിൽ ശർമ്മ കണ്ടത് ഒരു കയ്യിൽ തോക്കും മറുകൈയിൽ ഗ്രനേഡുമായി നിൽക്കുന്ന മുഖംമൂടി ധരിച്ച ഒരു രൂപത്തെയായിരുന്നു. ശർമ്മയുടെ തലക്ക് നേരെ തോക്ക് ചൂണ്ടിയ അയാൾ കോക്പിറ്റിൻ്റെ വാതിൽ തുറക്കാൻ അലറി. കോക്പിറ്റിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ആയുധധാരിയെ കണ്ട് ക്യാപ്റ്റൻ ദേവി ശരണും ഫസ്റ്റ് ഓഫീസർ രാജേന്ദ്രകുമാർ സിംഗും ഫ്ലൈറ്റ് എഞ്ചിനീയർ ജാഗിയയും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഭീതിയോടെ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ വിമാനം പടിഞ്ഞാറേക്ക് മാത്രം പറത്തിയാൽ മതിയെന്ന് ക്യാപ്റ്റനോട് അയാൾ ആവശ്യപ്പെട്ടു. താമസിയാതെ തങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുറപ്പിച്ച ക്യാപ്റ്റൻ ശരണിനെ ഹൈജാക്കറുടെ സംസാരത്തിൽ നിന്നും അയാൾ ഒറ്റക്കല്ല എന്നും പാസഞ്ചർ ക്യാബിനിൽ വേറെ 4 പേർ കൂടി അയാളുടെ സഹായികളായി ഉണ്ടെന്നും മനസ്സിലായി. താമസിയാതെ അവരുടെ ഡെസ്റ്റിനേഷൻ പാകിസ്ഥാനിലെ ലാഹോറാണെന്നും വ്യക്തമായി. അതേസമയം ക്യാബിനിൽ യാത്രക്കാരെ ഗൺ പോയിന്റിൽ നിർത്തി ബാക്കിയുള്ള 4 പേർ വിമാനത്തിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇതിനിടയിൽ ഹൈജാക്കർ കാണാതെ എമർജൻസി ട്രാൻസ്പോണ്ടർ സിസ്റ്റം ഉപയോഗിച്ച് ക്യാപ്റ്റൻ ശരൺ ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിലെത്തിച്ച സന്ദേശം ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി. ചാനലുകളിലൂടെ ആ വാർത്ത വളരെ വേഗം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യൻ എയർലൈൻസ് IC-814 ഹാസ് ബീൻ ഹൈജാക്ഡ്. ലാഹോറിനെ ചൊല്ലിയുള്ള കോക്പിറ്റിനുള്ളിലെ തർക്കം തുടർന്നു. ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഇറങ്ങാനായാൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസ് കിട്ടുമെന്ന് ക്യാപ്റ്റന് ഉറപ്പായിരുന്നു. അതിന് ഇന്ത്യൻ അതോറിറ്റിക്ക് കഴിയുന്നത്ര സമയം കൊടുക്കാനായി ക്യാപ്റ്റൻ ശരൺ വിമാനത്തിൻ്റെ വേഗത കഴിയുന്നത്രയും കുറച്ചാണ് ഫ്ലൈ ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭയം തന്നെയാവണം ഹൈജാക്കർമാരെ ഇന്ത്യയിൽ നിന്നും വിമാനം പുറത്തേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതും. പക്ഷേ ഹൈജാക്കറുടെ ആവശ്യം ഭീഷണിയായി മാറിയപ്പോൾ മറ്റ് മാർഗങ്ങളില്ലാതെ ക്യാപ്റ്റൻ ലാഹോറിലെ എയർ ട്രാഫിക് കൺട്രോളിനോട് ലാൻഡിംഗ് ക്ലിയറൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അനുമതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ലാഹോറിലെ എയർ സ്പേസ് ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ എക്കോണമി ക്ലാസ്സിലെ യാത്രക്കാരിൽ നിന്നും 8 പേരെ ഹൈജാക്കർമാർ ബലം പ്രയോഗിച്ച് എക്സിക്യൂട്ടീവ് ക്യാബിനിലേക്ക് മാറ്റിയിരുന്നു. അതിലൊരാൾ നേപ്പാളിൽ മധുവിധ് ആഘോഷിച്ച് ഭാര്യയുമൊത്ത് മടങ്ങിയ റുബിൻ കട്യാൽ ആയിരുന്നു. ഹൈജാക്കർമാർ അവരുടെ കൈകൾ പിന്നിൽ കെട്ടി സീറ്റ് ചെരിച്ചു വെച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടു. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് വിമാനത്തിലെ ഫ്യുവൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കെത്തി. ലാഹോറിൽ ഇറങ്ങാനുള്ള അനുമതി ലഭിക്കാത്തതുകൊണ്ടും അടിയന്തിരമായി വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കേണ്ടതുകൊണ്ടും ഏറ്റവും അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലാതെ പൈലറ്റുമാർ ഹൈജാക്കർമാരോട് കാര്യമറിയിച്ചു. ആദ്യം എതിർത്തെങ്കിലും കൂടിയാലോചിച്ച ശേഷം ഇന്ധനം നിറച്ച് ഉടൻ തന്നെ ടേക്ക് ഓഫ് ചെയ്യാമെന്ന പൈലറ്റിൻ്റെ ഉറപ്പിന്മേൽ ലാഹോറിൽ നിന്നും 50 കിലോമീറ്റർ കിഴക്കുള്ള നോർത്ത് ഇന്ത്യൻ സിറ്റിയായ അമൃത്സറിൽ വിമാനം ഇറക്കാൻ ഹൈജാക്കർമാർ സമ്മതം നൽകി. എന്നാൽ അമൃത്സറിൽ തങ്ങൾക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന് കരുതിയ ക്യാപ്റ്റന് പിഴച്ചു. പ്രധാനമന്ത്രി ചെയർമാനായ ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് അമൃത്സറിലെ ലോക്കൽ ഫോഴ്സിനെ വിമാനത്തെ സമീപിക്കാൻ അനുവാദം നൽകിയില്ല. ഡൽഹിയിൽ നിന്നും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എത്തുന്നതുവരെ ലോക്കൽ പോലീസ് ഫോഴ്സിനോട് ക്ഷമിക്കാനായിരുന്നു ഉത്തരവ്. അതിനാൽ തന്നെ ഫ്യുവൽ ടാങ്കർ അവർ വിമാനത്തിനടുത്തേക്ക് വിടാൻ തയ്യാറായില്ല. എന്തോ അപകടം വരാൻ പോകുന്നു എന്ന് കോക്പിറ്റിനുള്ളിലെ ഹൈജാക്കർമാർക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ ഫ്യുവലിങ്ങിൽ വരുന്ന സമയതാമസം ധാരാളമായിരുന്നു. രംഗം പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അടിയന്തിരമായി വിമാനത്തിന് ഇന്ധനം നൽകണമെന്ന് എയർ ട്രാഫിക് കൺട്രോളിനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ വിമാനത്തിനടുത്തേക്ക് ടാങ്കർ വിടാൻ അവർ തയ്യാറായില്ല. തങ്ങൾ ചതിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ തീവ്രവാദികൾ അവരുടെ യഥാർത്ഥ മുഖം കാണിക്കാൻ ആരംഭിച്ചു. എത്രയും പെട്ടെന്ന് വിമാനം തിരികെ ലാഹോറിലേക്ക് പറത്താൻ ആവശ്യപ്പെട്ട ഹൈജാക്കേഴ്സ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിമാനത്തിലെ എല്ലാവരെയും കൊല്ലുമെന്ന് ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തി. ഭീഷണിയുടെ തീവ്രത കൂട്ടാനായി നേരത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തിയ യാത്രക്കാരിൽ റുബിൻ കട്യാലിനെയും ഒപ്പമിരുന്ന മറ്റൊരാളിനെയും കത്തികൊണ്ട് നെഞ്ചത്ത് കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എത്ര നേരം വിമാനം പറക്കുമെന്ന് പോലും അറിയാതെ ക്യാപ്റ്റൻ ശരൺ വിമാനത്തിനെ വീണ്ടും റൺവേയിലേക്ക് ഓടിച്ചു. പിന്നെ ശേഷിച്ച ഇന്ധനം ഊറിക്കുടിച്ചുകൊണ്ട് വിമാനം വായുവിലേക്ക് കുതിച്ചു. അതും എയർ ട്രാഫിക് കൺട്രോളറുടെ അനുമതിയില്ലാതെ. ഒപ്പം ക്യാപ്റ്റൻ ശരൺ അമൃത്സറിലെ കൺട്രോൾ ടവറിലേക്ക് തൻ്റെ അവസാനത്തെ സന്ദേശം അയച്ചു: വി ആർ ഡൈയിങ് നൗ.
വി ആർ ഹെഡിങ് ടുവേർഡ്സ് ലാഹോർ. അങ്ങനെ സ്വന്തം മണ്ണിൽ വെച്ച് തങ്ങളുടെ വിമാനം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും തിരികെ പിടിക്കാനുള്ള സുവർണാവസരം ഇന്ത്യയുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രം പാഴായി എന്ന് പറയാം. പാകിസ്ഥാൻ്റെ ക്രൂരമുഖമായിരുന്നു പിന്നീടുള്ള IC-814 യാത്രയ്ക്ക് നേരിടേണ്ടി വന്നത്. കാർഗിലിൽ ഇന്ത്യയോട് തോറ്റ ദയനീയ പരാജയം അവർ മറന്നിരുന്നില്ല. ലാഹോറിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കണമെന്ന ക്യാപ്റ്റൻ ശരണിൻ്റെ യാചന പാകിസ്ഥാൻ പുച്ഛിച്ചു തള്ളി. ലാഹോർ എയർപോർട്ടിലെ നാവിഗേഷൻ ലൈറ്റുകളും റൺവേ ലൈറ്റുകളും ഉൾപ്പെടെ എല്ലാ വെളിച്ച സംവിധാനങ്ങളും അധികൃതർ ഓഫ് ചെയ്തു. ഒപ്പം വിമാനത്തിൻ്റെ 2 ഇന്ധന ടാങ്കുകളുടെയും മോശാവസ്ഥ കാണിച്ചുകൊണ്ട് കോക്പിറ്റിലെ റിസർവ് ലൈറ്റുകളും തെളിഞ്ഞു. ഒരു പൈലറ്റിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയായിരുന്നു ക്യാപ്റ്റൻ ശരൺ. 189 യാത്രക്കാരുടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് തീവ്രവാദികളുടെ തോക്കിനു മുൻപിൽ ട്രാഫിക് കൺട്രോളറുടെ യാതൊരു സഹായവുമില്ലാതെ സ്വന്തം കണ്ണുകളിൽ വിശ്വാസമർപ്പിച്ച് അർദ്ധരാത്രി ഒരു ജെറ്റ് ലാൻഡിംഗ്. ഒടുവിൽ നീണ്ടു നേർത്ത് കാണപ്പെട്ട വെളിച്ചം റൺവേ ആണെന്നുറപ്പിച്ച് ലാൻഡ് ചെയ്യാനായി ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ താഴ്ത്തി. എന്നാൽ വളരെ അടുത്തെത്തിയപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം കോ പൈലറ്റിൻ്റെ വാക്കുകളിലൂടെ ശരണിന് മനസ്സിലായത്. സാബ് യെത്തോ റോഡ് ഹേ. പാകിസ്ഥാനിലെ ഏതോ തിരക്കേറിയ റോഡിലേക്കാണ് റൺവേ ആണെന്ന് കരുതി ശരൺ വിമാനം ഇടിച്ചിറക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ സംയമനം വീണ്ടെടുത്ത ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ നോസ് വീണ്ടും ഉയർത്തി. തലനാരിഴ വ്യത്യാസത്തിൽ വിമാനം ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ടു. വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വളരെ കുറവാണെന്നും ഏത് നിമിഷവും അത് തങ്ങളുടെ മണ്ണിൽ തകർന്നു വീഴുമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാനി അധികൃതർ ഒടുവിൽ ലാഹോറിലെ റൺവേ തുറന്ന് വിമാനത്തിന് ലാൻഡിംഗ് ക്ലിയറൻസ് നൽകി. ലാഹോറിൽ ഇറങ്ങുമ്പോഴേക്കും IC-814 വലത് എഞ്ചിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരുന്നു. എക്സിക്യൂട്ടീവ് ക്യാബിനിൽ അപ്പോഴേക്കും റൂബിൻ കട്യാലിൻ്റെ അവസ്ഥ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. പരുക്കേറ്റവർക്ക് വൈദ്യസഹായത്തിനായി എയർപോർട്ട് അതോറിറ്റിയുമായി പൈലറ്റുമാർ യാചിച്ചെങ്കിലും വിമാനത്തിന് ആവശ്യമായി ഇന്ധനം നൽകുന്നതിനപ്പുറം വിമാനത്തിൽ നിന്നും ഒരാളെപ്പോലും പുറത്തുനിന്നും ഒരു സഹായവും വിമാനത്തിനുള്ളിലേക്കോ നൽകാൻ അവർ തയ്യാറായില്ല. തങ്ങളുടെ എയർ സ്പേസിൽ നിന്നും വിമാനം എത്രയും പെട്ടെന്ന് പറഞ്ഞുവിട്ട് കൈ കഴുകാനായിരുന്നു പാകിസ്ഥാൻ്റെ ശ്രമം. അങ്ങനെ 2.5 മണിക്കൂറുകൾക്ക് ശേഷം IC-814 ആകാശത്തിലേക്ക് ഉയർന്നു. ഒരിക്കൽ കൂടി വിമാനം വീണ്ടും പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാണെന്നുറപ്പിച്ച തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കാബൂളിൽ നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ല എന്ന അറിയിപ്പിനെ തുടർന്ന് ഹൈജാക്കർമാർ കാബൂൾ ഉപേക്ഷിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ ദുബായ് തിരഞ്ഞെടുത്തു. പക്ഷേ ദുബായിലേക്കുള്ള യാത്രാമധ്യേ രക്തം വാർന്ന് റുപ്പിൻ കട്യാൽ അന്ത്യശ്വാസം വലിച്ചു. ഇതിനിടയിൽ UAE അധികൃതരും ഹൈജാക്കർമാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഫലമായി 27 യാത്രക്കാരെ ദുബായിൽ തന്നെ റിലീസ് ചെയ്യുകയായിരുന്നു. ഒപ്പം മരിച്ച കട്യാലിൻ്റെ മൃതദേഹം വിമാനവാതിലിനോട് അറ്റാച്ച് ചെയ്ത സ്റ്റെപ്പ് ലാഡറിൽ എടുത്തു കിടത്തി. ഹൈജാക്കർമാർ കാര്യങ്ങളുടെ ഗൗരവം ലോകത്തിന് തുറന്നു കാട്ടി. റിലീസായ ആളുകൾ വഴി സംഭവത്തിന് കൂടുതൽ മീഡിയ എക്സ്പോഷർ കിട്ടുമെന്നും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ ചെന്നെത്താമെന്നുമായിരുന്നു റാഞ്ചികളുടെ കണക്കുകൂട്ടൽ. ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ റിലീസായ യാത്രക്കാർ എയർപോർട്ടിൻ്റെ അറൈവൽ ടെർമിനലിലേക്ക് പോകുമ്പോൾ ബാക്കി യാത്രക്കാരെയും കൊണ്ട് IC-814 വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. അതും ഏതോ ഒരു അൺനോൺ ഡെസ്റ്റിനേഷനിലേക്ക്. രാത്രി മുഴുവൻ വടക്ക് ദിശയിലേക്ക് പറന്ന വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട് 18 മണിക്കൂറുകൾക്ക് ശേഷം ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ താലിബാൻ എന്ന മിലിറ്റന്റ് ഗ്രൂപ്പ് ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറങ്ങി. ഉടൻ താലിബാൻ തീവ്രവാദികൾ വിമാനം വളഞ്ഞു. അവർ കോക്പിറ്റിലെ റാഞ്ചികളെ നോക്കി കൈവീശി കാണിച്ചു. അവർ തിരിച്ചും. കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് എന്ന് ക്യാപ്റ്റൻ ശരൺ മനസ്സിലാക്കി. വീണ്ടും ഇന്ധനം നിറച്ച് വിമാനം പറത്താൻ ഹൈജാക്കർ ആവശ്യപ്പെട്ടെങ്കിലും വിശദമായ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്പെക്ഷൻ നടത്താതെ ഇനി ഫ്ലൈ ചെയ്യുന്നത് സേഫ് അല്ലെന്ന് പൈലറ്റ് തീർത്തു പറഞ്ഞതിനാൽ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതിനിടയിൽ വിമാനത്തിൻ്റെ കാർഗോ ഹോൾഡിൽ നിന്നും തീവ്രവാദികൾ നിറയെ തോക്കുകളും ഗ്രനേഡുകളുമുള്ള ഒരു ബാഗ് പുറത്തെടുത്ത് വിമാന ജീവനക്കാരുടെയും യാത്രക്കാരുടെയും പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. തങ്ങൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണെന്ന് അവർ മനസ്സുകൊണ്ട് സ്വയം വിധിയെഴുതി. 4 ദിവസങ്ങൾക്ക് ശേഷം വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷയെ ചോദ്യം ചെയ്തുണ്ടായ ജനപ്രക്ഷോഭങ്ങളും മാധ്യമങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ഒരു വിഷയമായി ഹൈജാക്കിംഗ് മാറിയതും ഹൈജാക്കർമാരുമായി ചർച്ച നടത്താൻ ഇന്ത്യൻ ഗവൺമെൻറ്റിനുമേൽ സമ്മർദ്ദം കൂട്ടി. ഒടുവിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി 1999 ഡിസംബർ 27 ഇന്ത്യ ഒരു നെഗോഷിയേറ്റിംഗ് ടീമിനെ കാണ്ഡഹാറിലേക്ക് അയച്ചു. മറ്റ് വഴിയില്ലാതെ ഇന്ത്യൻ സംഘം റാഞ്ചികളുമായി ചർച്ച നടത്താൻ തുടങ്ങി.
ഏകദേശം 30 മണിക്കൂറുകളുടെ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സംഘത്തിന് റാഞ്ചികളുടെ ഡിമാൻഡുകളുടെ ആദ്യ ലിസ്റ്റ് ലഭിച്ചത്. ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ തടവിൽ കഴിയുന്ന 35 കൊടും ഭീകരരെ മോചിപ്പിക്കാനും ഒപ്പം $200 മില്യൺ മോചനദ്രവ്യമായും റാഞ്ചികൾ ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും പിന്നെ താലിബാൻ ഇടപെട്ട് മൗലാന മസൂദ് അസർ, മുഹമ്മദ് ഒമർ സെയ്ദ് ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗാർ എന്നീ 3 ഭീകരരുടെ മോചനത്തിലേക്ക് റാഞ്ചികളുടെ ആവശ്യങ്ങൾ ചുരുക്കി. ഒടുവിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനു വിമാന റാഞ്ചികളുടെ മുൻപിൽ തലകുനിക്കേണ്ടി വന്നു. 3 കൊടും ഭീകരരെയും നിരുപാധികം വിട്ടയക്കാൻ ഉത്തരവായി. ഉടൻ തന്നെ അവരെ ഡൽഹിയിൽ നിന്നും കാണ്ഡഹാറിലേക്ക് എത്തിച്ചു. പിന്നെ തങ്ങൾക്കായി ഒരുക്കിയിരുന്ന വണ്ടിയിൽ ഹൈജാക്കർമാരും ഭീകരരും ഒരു ഭരണകൂടത്തെ തന്നെ ഇളിഭ്യരാക്കി കടന്നകന്നുപോയി. എല്ലാത്തിനും സാക്ഷിയായി അപ്പോഴും IC-814 അവിടെയുണ്ടായിരുന്നു. 158 മനുഷ്യജീവനുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു കളിപ്പാട്ടം പോലെ.